ചോദ്യം: പാന്റ് ധരിച്ച് നിസ്കരിച്ചാൽ സ്വഹീഹാകുമോ? ഉത്തരം: മുട്ടിന്റെയും പൂക്കിളിന്റെയും ഇടയിലുള്ള ഭാഗം മറഞ്ഞിട്ടുണ്ടെങ്കിൽ പാന്റ് ധരിച്ച് നിസ്കരിച്ചാലും സ്വഹീഹാകും. ചോദ്യം: ഹറാമായ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്ന ആളെ തുടർന്നാൽ നിസ്കാരം സ്വഹീഹാകുമോ? ഉത്തരം: നിസ്കാരം സ്വഹീഹാകും, പക്ഷേ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുന്നതാണ്, കടമ വീടും. ചോദ്യം: അണിയണിയായി നിന്ന് നിസ്കരിക്കുന്ന അവസരത്തിൽ മുത്തനജ്ജിസായ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നവരും അല്ലാത്തവരും തമ്മിൽ സ്പർശിച്ചാൽ രണ്ടു കൂട്ടരുടെയും നിസ്കാരത്തിന്റെ വിധി എന്ത്? ഉത്തരം: പൊറുക്കപ്പെടാത്ത നജസ് കൊണ്ട് മുത്തനജ്ജിസായ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം സ്വഹീഹല്ല. ആ വസ്ത്രം ചുമക്കുന്ന വിധത്തിൽ മറ്റൊരാൾ നിസ്കാരത്തിൽ സ്പർശിച്ചാൽ അവന്റെ നിസ്കാരവും ബാത്തുലാണ്. ചുമക്കുന്ന വിധത്തിലല്ലാതെ സ്പർശിച്ചാൽ സ്പർശിച്ച ആളുടെ നിസ്കാരത്തിന് തകരാറില്ല. ചോദ്യം: ഔറത്തിന്റെ സ്ഥലത്തിൽപ്പെട്ട മുടികൾ നിസ്കാരത്തിൽ മറക്കൽ നിർബന്ധമുണ്ടോ? ഒരുത്തൻ തൊലിയുടെ നിറം മറക്കുന്ന വസ്ത്രം ധരിക്കുകയും വസ്ത്രത്തിന്റെ നൂലിന്റെ ഇടയിൽ കൂടി ഔറത്തിന്റെ സ്ഥലത്തിൽപ്പെട്ട രോമങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്താൽ നിസ്കാരം സ്വഹീഹാകുമോ? ഉത്തരം: ഔറത്തായ സ്ഥലങ്ങളിൽപ്പെട്ട രോമങ്ങളും ഔറത്തിൽപ്പെട്ടതാണ്. അതിനാൽ അവ നിസ്കാരത്തിൽ മറക്കൽ നിർബന്ധവും മറക്കാതിരുന്നാൽ നിസ്കാരം ബാത്തിലാവുന്നതുമാണ്. ചോദ്യം: ഉടുതുണിയിലെ ദ്വാരം അടിവസ്ത്രം മറക്കുന്നുവെങ്കിൽ നിസ്കാരം സാധുവാകുമോ? ഉത്തരം: നിസ്കാരത്തിലെ ചലനങ്ങൾക്കിടയിൽ തുണിയിലെ ദ്വാരത്തിലൂടെ ഔറത്ത് കാണുന്നില്ലെങ്കിൽ സാധുവാകുന്നതാണ്. ചോദ്യം: ധരിച്ച വസ്ത്രത്തിൽ മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗത്ത് ദ്വാരമുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ലെന്ന് ഷാഫിഈ മദ്ഹബും ശരിയാവുമെന്ന് ഹനഫി മദ്ഹബും പറയുന്നു. ഈ വിഷയമായി പ്രവാചക നിലപാട് എന്താണ്? ഉത്തരം: വസ്ത്രത്തിൽ ഔറത്ത് വെളിവാകും വിധം ദ്വാരമുണ്ടാകരുതെന്ന് തന്നെയാണ് ഹദീസുകളിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. ചോദ്യം: ഒരാൾക്ക് കുറച്ച് വസ്ത്രമേ ഉള്ളൂ. ഇരുന്ന് നിസ്കരിച്ചാൽ ഔറത്ത് മറക്കാൻ കഴിയും, നിന്ന് നിസ്കരിച്ചാൽ കഴിയില്ല. ഇത്തരം ഘട്ടത്തിൽ ഷർത്തിനാണോ ഫർളിനാണോ പരിഗണന നൽകേണ്ടത്? ഉത്തരം: ഔറത്ത് മറക്കലാണ് പരിഗണനീയം. ഔറത്ത് മറക്കാൻ കഴിവുള്ള വ്യക്തിക്ക് ഒരു വിധേനയും അതിൻ്റെ അനിവാര്യത ഒഴിവാക്കാനാവില്ല. നൃത്തം അങ്ങനെയല്ല. കഴിവുള്ള വ്യക്തിയാണെങ്കിലും സുന്നത്ത് നിസ്കാരത്തിൽ അതിൻ്റെ അനിവാര്യത ഒഴിവാകുന്നു. ചോദ്യം: നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും സ്ത്രീയുടെ ഔറത്ത് വ്യത്യസ്തമാണോ? വിശദീകരിച്ചാലും. ഉത്തരം: സ്ത്രീകൾക്ക് 3 വിധം ഔറത്താണ് ഉള്ളത്. ഒന്ന്, നിസ്കാരത്തിലെ ഔറത്ത്, മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും. 2, അന്യപുരുഷന്മാർക്ക് മുമ്പിലുള്ള ഔറത്ത്, ശരീരത്തിൻ്റെ പൂർണ്ണമായും മറക്കണം. 3, മഹാരിമകളുടെ മുമ്പിലുള്ള ഔറത്ത്, മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലം. ചോദ്യം: ലൈറ്റിന് മുന്നിൽ നിന്ന് നിസ്കരിക്കുന്നവൻ്റെ ഔറത്ത് പിന്നിൽ നിൽക്കുന്നവർ കാണാനിട വന്നാൽ ആ നിസ്കാരം സാധുവാകുമോ? ഉത്തരം: മിതമായ കാഴ്ചയുള്ളവർക്ക് ശരീരത്തിലെ തൊലിയുടെ നിറം മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള തുണിയായിരിക്കണം ഔറത്ത് മറക്കാൻ ഉപയോഗിക്കേണ്ടത്. പ്രഥമ ദൃഷ്ട്യാ തൊലിയുടെ നിറം കാണുകയില്ലെങ്കിലും അടുത്തുനിന്ന് സൂക്ഷ്മമായി നോക്കുന്നവർ കാണാൻ പറ്റിയാലും തകരാറില്ലെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മേൽപ്പറഞ്ഞ നിബന്ധനയൊത്ത വസ്ത്രം ധരിച്ചയാളുടെ ഔറത്ത് സൂര്യപ്രകാശം കൊണ്ടോ മറ്റോ പിന്നിലുള്ളവർ കണ്ടാലും നിസ്കാരത്തിന് ഭംഗം വരില്ല. ചോദ്യം: തലപ്പാവണിയുന്നതിൻ്റെ വിധി. ഉത്തരം: തലപ്പാവ് പ്രവാചകചര്യയും മഹത്തുക്കളുടെ അടയാളവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിക്കുമ്പോൾ തലപ്പാവ് അണിഞ്ഞിരുന്നുവെന്ന് ഇമാം മുസ്ലിം, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ റളിയല്ലാഹു അൻഹും തുടങ്ങിയവർ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. അലി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് അണിയിച്ചു കൊടുത്തുവെന്നും ഹദീസിലുണ്ട്. അബൂ ഉമാമയിൽ നിന്ന് ഇമാം തൊബറാനി നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് അണിയിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരാളെയും കൈകാര്യകർത്താവാക്കി നിയമിക്കാറുണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് അണിഞ്ഞിരുന്നുവെന്നും അത് ഇസ്ലാമിക പാരമ്പര്യമാണെന്നും നിരവധി ഹദീസുകളിൽ നിന്നും പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഹസ്രത്ത് മൂസാ നബി അലൈഹിസ്സലാം തലപ്പാവ് അണിഞ്ഞിരുന്നതായി തുർമദിയിൽ കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം തലപ്പാവണിഞ്ഞായിരുന്നു ഇറങ്ങി വന്നതെന്നും ഹദീസിലുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന് തലപ്പാവണിയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു: ഇപ്രകാരം തലപ്പാവണിയുക, അതാണ് ഏറ്റവും ഭംഗിയുള്ളത്. തലപ്പാവ് കേവലം അറേബ്യൻ ആചാരമാണെന്നും അതിനാൽ അത് സുന്നത്തല്ലെന്നുമുള്ള വാദഗതികൾ അടിസ്ഥാനമില്ലാത്തതാണ്.
ചോദ്യം: സദ്ല് എന്നാൽ എന്താണ്? അതിന്റെ വിധി എന്ത്? ഉത്തരം: മേൽത്തട്ടത്തിന്റെ 2 ഭാഗവും 2 വശങ്ങളിലേക്ക് തൂക്കിയിടുന്നതിന് സദ്ല് എന്ന് പറയും. അത് കറാഹത്താണ്. അഹന്തയോടുകൂടിയാണെങ്കിൽ ഹറാമാണ്.